ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന സമാരാധ്യനായ പ്രബോധതീർത്ഥസ്വാമികൾ, സ്മൈൽ സാധന ട്രസ്റ്റ് ഭാരവാഹികൾ, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങൾ, ഇതിന്റെ അവതാരകയായിട്ടുള്ള പ്രസന്ന മാഡം, പ്രാർത്ഥന ആലപിച്ച ലഗിന മാഡം, സ്വാഗതം പറഞ്ഞ പ്രിയ സുഹൃത്ത് മിനി ടീച്ചർ, എല്ലാവർക്കും സ്നേഹവന്ദനം. അന്യർക്ക് ഗുണം ചെയ്വതിന് ആയുസ്സും വകുത്തും ബലി ചെയ്ത പരമകാരുണികനായ ശ്രീനാരായണ പരമഗുരുവിന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗപ്രണാമം. 93ാമത് ശിവഗിരി തീർത്ഥാടനമാണ് സമാഗതമായിരിക്കുന്നത്. പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്തേക്ക് ഒറ്റയ്ക്കാകാം, സംഘമായിട്ടാകാം, ആളുകൾ നടത്തുന്ന യാത്രയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നിരവധി തീർത്ഥാടനങ്ങൾ നമുക്കറിയാം. ശബരിമലയിലേക്കാണെങ്കിലും, മലയാറ്റൂര് തീർത്ഥാടനമാണെങ്കിലും, ഹജ്ജിന് പോകുന്നതാണെങ്കിലും, ഓരോ ഇടങ്ങളിലേക്കും പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇത്തരത്തിൽ തീർത്ഥാടനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അറിവിന്റെ തീർത്ഥാടനം എന്നുകൂടി അറിയപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനം. 1933 ജനുവരി 1 ഇലവുംതിട്ടയിൽ നിന്ന് ശിവഗിരിയിലേക്ക് നടത്തിയ ആദ്യ തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത് 5 പേർ മാത്രമാണ്. 5 മഞ്ഞക്കിളികൾ എന്നൊക്കെ ആളുകൾ അവരെ വിളിച്ച് പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു മഹാസംഭവമായി ഈ ശിവഗിരി തീർത്ഥാടനം മാറിയിരിക്കുന്നു. കേരളീയ സമൂഹം അത്ഭുത ആദരങ്ങളോടെയാണ് ഇന്ന് ഈ തീർത്ഥാടനത്തെ നോക്കിക്കാണുന്നത്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിങ്ങനെ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് ഗുരുസ്വാമികൾ നിർദ്ദേശിച്ച ആ അഷ്ടലക്ഷ്യങ്ങളാണ് ശിവഗിരി തീർത്ഥാടനത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകളെ, അതാതു മേഖലകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തി പ്രസംഗങ്ങൾ നടത്തണമെന്നും ജനങ്ങൾ അതൊക്കെ അച്ചടക്കത്തോടെ ശ്രദ്ധിച്ചു കേട്ട് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും അതിൽ വിജയിക്കാനും സാധിക്കണമെന്നും ഗുരു അരുളി ചെയ്തിരുന്നു. അത് വ്യക്തികളുടെ സമഗ്ര വികാസത്തിനും തദ്വാര സാമൂഹിക പുരോഗതിക്കും അത് കാരണമാകുമെന്ന് ഗുരു വ്യക്തമാക്കി. തീർത്ഥസ്ഥലത്തേക്ക് വെറും ഒരു യാത്രയല്ല, അറിവിന്റെ തീർത്ഥത്തിലേക്കാണ് ശിവഗിരി തീർത്ഥാടനം. അഷ്ടലക്ഷ്യങ്ങളിൽ ആദ്യത്തേതും പരമപ്രധാനവുമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ്. തീർത്ഥാടന അനുമതി തേടിയ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും അടങ്ങുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളോട് ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും ശുചിത്വത്തിലും വളരെ പിന്നാക്കം. ഈ രീതി മാറ്റണം. ഒരു പരിധിവരെ ഐത്താചരണത്തിന് ഈ ശുചിത്വമില്ലായ്മ ഒരു കാരണവും ആയിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനാൽ ആദ്യം വേണ്ടത് വിദ്യ അഭ്യസിക്കുകയാണ്. വിദ്യാഭ്യാസം എന്നാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു വികാസം അവർക്ക് സംഭവിക്കണം. അത് ആത്മീയവും ശാരീരികവും മാനസികവുമായ ഒരു വികാസം അവിടെ ഉണ്ടാകണം. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്
ഒരു ഒരു സാമൂഹികമായ ഒരു പുരോഗതി കൈവരിക്കാൻ, ഒരു പുനരുജ്ജീവനം ഉണ്ടാകാൻ തീർച്ചയായിട്ടും വിദ്യയിലൂടെ മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടുന്ന അറിവുകൾ എന്താണോ അത് ശരിയായി അറിയാതെ പോയതാണോ ഇന്ന് നമ്മുടെ ചുറ്റിലും കാണുന്ന പല തിന്മകൾക്കും അടിസ്ഥാനം എന്ന് പറയാം. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വായിക്കാനിടയായ ഒരു വാർത്തയുണ്ട്. ഗുരു സാധാരണ അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ പത്രത്തിൽ വരാറുണ്ട്. നമ്മളെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് പലതും. ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചേക്കാം. ഒരു കാരണമുണ്ട്. ഗുരു ഏത് ജില്ലയിൽ വെച്ചാണോ തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് ആ ജില്ല തന്നെയാണ് ഈ സംഭവം നടക്കാൻ ഇടയായ സ്ഥലം. അതായത് കോട്ടയം വൈക്കത്തിനടുത്ത് വെച്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ 1 ഏക്കർ നിലത്തിൽ നിന്ന് കൊയ്തെടുത്ത നെല്ല്, കുറച്ചൊന്നുമല്ല, 10-22 ക്വിന്റൽ നെല്ല് റോഡരികില് ലോറിയിൽ കയറ്റാൻ പാകത്തിന് കൂട്ടിയിട്ടിരുന്നു. നനയാതെ മൂടിയൊക്കെ ഇട്ട് ഭദ്രമായി സൂക്ഷിച്ചതാണ്. അടുത്ത ദിവസം രാവിലെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് അത് ഉണക്കാനൊക്കെ ഇടാനായിട്ട് മൂടിയൊക്കെ നീക്കിയപ്പോൾ കാണുന്ന കാഴ്ച അതിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയിരിക്കുന്ന കാഴ്ചയാണ്. അന്നത്തിനു മേല് ഈ മാലിന്യം തള്ളാൻ തോന്നിയ മനസ്സ് എങ്ങനെയാണ് അയാൾക്ക് വന്നത്? സത്യത്തിൽ വലിയ വിഷമം തോന്നി. എത്രയോ ആൾക്കാരുടെ എത്രയോ നാളത്തെ അധ്വാനമാണ്, പ്രകൃതിയുടെ എന്തെല്ലാം വരദാനങ്ങളുടെ ഫലമാണത്. അത് മനസ്സിലാക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോ ഒന്നേ തോന്നിയുള്ളൂ, വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നേടിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആളുകൾ ചെയ്യുന്നത്. ഞാൻ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ശുചിത്വം എന്ന വിഷയവുമായി വിദ്യാഭ്യാസത്തിന് അടുത്ത ബന്ധമാണുള്ളത്. അതായത് വിദ്യാഭ്യാസം നേടിയ അറിവുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ശരിയായ ഒരു ശുചിത്വ ബോധവും ഉണ്ടായി വരികയുള്ളൂ. ശുചിത്വത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു സന്യാസി വര്യനും ഗുരുവിനെ പോലെ വേറെ ആരും തന്നെ ഇല്ല എന്ന് പറയാം. കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ മാവിൻ ചുവട്ടിൽ വെച്ച് തീർത്ഥാടന അനുമതി നൽകിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. തുടർന്ന് തീർത്ഥാടകരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നുണ്ട്, നീണ്ട വ്രതവും, സ്വാമികളെ നേരത്തെ അത് സൂചിപ്പിച്ചു, കഠിന വ്രതവും കഠിന വ്യവസ്ഥകളും ഒന്നും ഇക്കാലത്ത് എല്ലാവരും ആചരിച്ചെന്ന് വരില്ല. 10 ദിവസത്തെ വ്രതം ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധിയോടുകൂടി ആചരിച്ചാൽ മതിയാകും. ഇതായിരുന്നു ഗുരുദേവന്റെ മറുപടി. ആ പഞ്ചശുദ്ധികൾ: 1 ശരീരശുദ്ധി, 2 മനഃശുദ്ധി, 3 വാക്ശുദ്ധി, 4 ആഹാരശുദ്ധി, 5 കർമ്മശുദ്ധി. ഈ പഞ്ചശുദ്ധികൾ ഏതാണെന്നറിയാമോ എന്ന് ഗോവിന്ദൻ വൈദ്യരോട് ഗുരു ചോദിക്കുന്നു. അദ്ദേഹമാണ് ആ പഞ്ചശുദ്ധികൾ പറയുന്നത്. ജനനം മുതൽ മരണം വരെ ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട ജീവിത ധർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന 10 സർഗങ്ങളിലായി വിരചിതമായിട്ടുള്ള ശ്രീനാരായണ ധർമ്മത്തിന്റെ തൃതീയ സർഗത്തിൽ ശുദ്ധി പഞ്ചകത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിങ്ങനെ ലോകത്തിൽ മനുഷ്യർ ആചരിക്കേണ്ടതായ 5 ശുദ്ധികളാണ് ഉള്ളത് എന്നതിൽ കൃത്യമായി പറഞ്ഞു തരുന്നു. കൂടാതെ 6ാം സർഗത്തിൽ ബ്രഹ്മചര്യത്തെക്കുറിച്ച് പറയുന്ന വേളയിലും 7ാം സർഗത്തിൽ ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഇതേ ശുചിത്വത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഗുരു പറയുന്നുണ്ട്. ഗുരുവിന്റെ അരുളപ്പാടുകൾ പദ്യരൂപത്തിൽ, ശ്ലോകരൂപത്തിൽ എഴുതിയെടുത്തത്
ആ അരുളപ്പാടുകൾ പദ്യരൂപത്തിലാക്കിയത് ആത്മാനന്ദ സ്വാമികളാണ്. ശ്രീനാരായണ തീർത്ഥ സ്വാമികളുടെ വ്യാഖ്യാനം ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും ഗുരുവിനെ കാണിച്ച് ശരിയാക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് ഗുരു പറഞ്ഞു കൊടുക്കേണ്ടത് സിലബസ് ഒന്നുമല്ല, മറിച്ച് ശുചിത്വത്തിന്റെ ബാലപാഠങ്ങൾ ഗുരു തന്നെ കുഞ്ഞിനെ പഠിപ്പിക്കണം. മാത്രവുമല്ല, ബ്രഹ്മചാരിയായ ആ ശിഷ്യൻ ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെയും മടി കൂടാതെ ആജീവനാന്തം രാവിലെയും വൈകിട്ടും അത് അനുഷ്ഠിച്ചു തന്നെ പോവുകയും വേണം. അതുപോലെ ഒരു ഗൃഹസ്ഥാശ്രമിയാകട്ടെ 5 ധർമ്മങ്ങളെയും 5 ശുദ്ധികളെയും എപ്പോഴും അനുഷ്ഠിക്കണം. ആ കുടുംബത്തിന്റെ വികാസത്തിന്, ഐശ്വര്യത്തിന് അത് അനിവാര്യമാണ്. ഇതിൽ ആദ്യത്തേതാണ് ശരീരശുദ്ധി. ശുദ്ധി പഞ്ചകത്തിൽ ശരീരശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, കേരളീയരോട് അതേക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും 2 നേരമുള്ള കുളി, രാവിലെയും വൈകിട്ടും ശുദ്ധജലത്തിൽ കുളിക്കുക. നവദ്വാരങ്ങളിലെയും അഴുക്കുകൾ നീക്കം ചെയ്ത് ശുദ്ധി വരുത്തുക. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. കൈകാലുകളിലെ നഖങ്ങളൊക്കെ വെട്ടി ശുചിയാക്കി വൃത്തിയാക്കി വെക്കുക എപ്പോഴും. ഇവയാണ് ശരീരശുദ്ധിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും നഖമൊക്കെ നീട്ടി വളർത്തി നല്ല ചന്തത്തിനൊക്കെ വച്ചിരിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ ആ അഴുക്ക് ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ഉള്ളിലേക്കും പോവും. ഇടം കൈയിലും വലം കൈയിലും ഒരുപോലെ നഖമൊക്കെ വളർത്തി ക്യൂടെക്സ് ഒക്കെ ഇട്ട് മനോഹരമാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ശുചിത്വത്തെ കുറിച്ച് അവർ ബോധമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ശ്വസിക്കാൻ നല്ല വായുവും, കുടിക്കാൻ ശുദ്ധജലവും, കഴിക്കാൻ നല്ല ആഹാരവും അത്യാവശ്യമാണ്. വർത്തമാനകാലത്തിൽ ഇതൊക്കെയും വളരെ പ്രയാസമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുടിക്കാൻ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഇന്നത് എവിടെയാണ് കിട്ടുക എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഒരു ജലാശയങ്ങളിലും നല്ല വെള്ളമല്ല എന്നുള്ളത് നമ്മൾ പത്രദ്വാര അറിയുന്നുണ്ട്, പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ ശ്വസിക്കുന്ന വായു അത് മുഴുവനും മലിനമായിരിക്കുന്നു. ഡൽഹിയിലൊക്കെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു. ശ്വസിക്കാൻ ശുദ്ധവായുവില്ല, വായു കിറ്റുകളുമായിട്ട് നടക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ ഭക്ഷണം ഇന്നതൊരു സംസ്കാരമായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതായത് വീട്ടിലെ ഭക്ഷണം വേണ്ട, പുറത്തുള്ള ഭക്ഷണം മതി. അതിനാണ് ഇന്ന് എല്ലാവർക്കും താല്പര്യം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പുറത്തു നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നൊരു വിശ്വാസം ആളുകളുടെ ഇടയിൽ പടർന്നിരിക്കുന്നു. എന്തായാലും നമ്മുടെ വീട്ടിൽ ദൈവചിന്തയോടെ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം അതുപോലെ ഒരു വിശുദ്ധി പുറത്തൊരു ഭക്ഷണത്തിനും കിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഹാരശുദ്ധി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. മാംസഭക്ഷണവും ഗുരു അനുകൂലിക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, കൊല്ലാതെ കണ്ടു ലോകത്തു കിട്ടാ മാംസങ്ങളൊന്നുമേ കൊല പാപവുമാകുന്നു കളവിൻ മാംസഭക്ഷണം. അതുകൊണ്ട് മാംസഭക്ഷണം ഉപേക്ഷിക്കുക. നിരുപദ്രവമാം ജന്തു നിരയെത്താൻ ഹിതത്തിനായി വധിപ്പോന്നു വരാ സൗഖ്യം വാണാലും ചത്തുപോകിലും. പാവപ്പെട്ട നിരുപദ്രവകാരികളായ ജന്തുക്കളെ കൊന്നു തിന്നുന്നവന് ഒരിക്കലും സൗഖ്യമുണ്ടാകില്ല എന്ന് ഗുരു അഹിംസയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ, ജലാശയങ്ങളെ, വായുവിനെ ഒക്കെ മലിനപ്പെടാതെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് പരിസര ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. വാക്ശുദ്ധിയാണ് അടുത്തത്. നമ്മുടെ നാവുള്ളവന് നാട്ടിൽ പാതി എന്നൊക്കെ ചൊല്ലുണ്ട്. നമുക്ക് ശത്രുവിനെയും മിത്രത്തെയും സൃഷ്ടിക്കുന്നത് വാക്കാണ്. നമ്മുടെ വാക്കുകൾ എപ്പോഴും മധുരവും വ്യക്തവും ആകർഷകവും സഭ്യവുമായിരിക്കും. ഇതാണ് ഗുരു പറഞ്ഞു വെച്ചിട്ട്. വാക്കുകളുടെ മാധുര്യം
മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള ഒരു സമഭാവന, അതിൻ്റെ വ്യക്തത, നല്ല വാക്കുകൾ ഉപയോഗിക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ. ഗുരു തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവദശകത്തില് പാടുന്നില്ലേ, നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. വാക്കു തന്നെ ദൈവം ആകുന്നു, ദൈവമാണ് വാക്ക്. ഓതും മൊഴിയും ഓർക്കിൽ നീ, നാം പറയുന്ന വാക്ക് ദൈവം തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. ഒരുവനെ വളർത്താനും തളർത്താനും വാക്കുകൾക്ക് കഴിയും. നമുക്കറിയാം, രാമായണത്തില് സമുദ്രലംഘനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഹനുമാനെ അതിന് പ്രേരിപ്പിക്കുന്നത്, എനിക്കിതാവുമോ എന്ന് കരുതി സംശയിച്ചു നിൽക്കുന്ന ഹനുമാനെ അതിന് പ്രേരിപ്പിക്കുന്നത്, അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് സുഗ്രീവന്റെ വാക്കുകളാണ്. അത് കഴിഞ്ഞ് മഹാഭാരത യുദ്ധത്തിൽ കർണനെ, അവസാന യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന കർണനെ തളർത്തിക്കളയുന്നത് തേരാളിയായിരുന്ന ശല്യരുടെ വാക്കുകളാണ്. അതുകൊണ്ട് ആരെയും തളർത്താനും വളർത്താനും നമ്മുടെ വാക്കുകൾക്ക് ആവും. വളരെ കരുതലോടെ വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാനാവില്ല എന്ന് പറയാറുണ്ടല്ലോ. നമ്പ്യാര് പറയുന്നു, അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികന്നീടും കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം തളിർത്തിയിടും. അമ്പുകൊണ്ട് മുറിവേറ്റു കഴിഞ്ഞാല് അത് കുറച്ചുനാള് കഴിയുമ്പോഴേക്ക് സുഖമായിക്കോളും. ചെറിയൊരു വേദന അപ്പോഴുണ്ടാവുന്നേ ഉള്ളൂ, അത് നീണ്ടു നിൽക്കില്ല, മരുന്നൊക്കെ വെച്ച് സുഖപ്പെടും. കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം തളിർത്തിയിടും. വൃക്ഷത്തിന്റെ കൊമ്പുകളൊക്കെ മുറിച്ചു കളഞ്ഞു എന്നിരിക്കട്ടെ, പക്ഷെ കുറച്ചു നാള് കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് അത് നന്നായി തളർത്തു വരും. കാട്ടുതീ വെന്താൽ വനം പിന്നെയും തെഴുത്തിയിടും. കാട്ടുതീ പിടിച്ച് കാടൊക്കെ കത്തിക്കരിഞ്ഞു പോയിക്കൊള്ളട്ടെ, അടുത്ത മഴ പെയ്യുമ്പോഴേക്കും വനം വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കും. പക്ഷേ കേട്ടുകൂടാത്ത വാക്കാം ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകമ്പുക്കു പുണ്ണായാൽ അത് പിന്നെ പൂർണ്ണമായി ശമിക്കയിൽ ഒട്ടുനാൾ ചെന്നാൽ പോലും. കേട്ടുകൂടാത്ത വാക്കുകളാകുന്ന ആയുധം പ്രയോഗിച്ചാൽ, വളരെ ക്രൂരതയാർന്ന, മൂർച്ച കൂട്ടിയ കല്ലുകൾ പോലെ വാക്കുകൾ എറിയാൻ നമ്മൾ വളരെ മിടുക്കുള്ളവരാണ്. അത്തരം വാക്കുകൾ ചെന്ന് മനസ്സുകളിലേക്ക് തറച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചെടുക്കാനാവില്ല. അതുണ്ടാക്കിയ മുറിവ് ഒരിക്കലും ഉണക്കാനാകില്ല. അതുകൊണ്ട് വാക്കാണെല്ലാം. വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. മനഃശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ, മനഃശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല ഒരു മനുഷ്യനാകാൻ കഴിയുകയുള്ളൂ. മനസ്സിലൊന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായി തീരണമെങ്കിൽ, സംശുദ്ധമാകണമെങ്കിൽ അത് ആ ഒരു മനഃശുദ്ധി കൂടി ഉണ്ടായിരിക്കണം. ലോകത്തുള്ള എല്ലാ പ്രാണികളിലുമുള്ള, എല്ലാ ജീവജാലങ്ങളിലുമുള്ള ദയ, സമത്വം മുതലായ ഗുണങ്ങൾ ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദയ, സ്നേഹം, മൃദുലത, ഋജുത്വം, ലജ്ജ, ധ്യാനം, ധൈര്യം ഇവയൊക്കെയാണ് മനസ്സിനെ ശുദ്ധമാക്കുന്ന ഗുണങ്ങളായിട്ട് ഗുരു അരുളി ചെയ്തിട്ടുള്ളത്. അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. കാരുണ്യമില്ലെങ്കിൽ, ദയയില്ലെങ്കിൽ സകല അല്ലലുകളും നമ്മളെ തേടി വരും. അതുകൊണ്ട് മനസ്സിൽ ആ ദയവ്, കനിവ് കാത്തു സൂക്ഷിക്കേണ്ടി ഇരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. മനഃശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അഴുക്ക് പുരളുന്നത് കൊണ്ടാണല്ലോ ശുദ്ധിയെ കുറിച്ച് പറയേണ്ടി വരുന്നത്. മനസ്സിനെ ബാധിക്കുന്ന കുറെ അഴുക്കുകളുണ്ട്. ആ അഴുക്കുകൾ കഴുകിക്കളയേണ്ടി വരുന്നു. അധ്യാത്മരാമായണത്തില് എഴുത്തച്ഛൻ പറയുന്നുണ്ട്, മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ, പരമപദത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ തടഞ്ഞു നിർത്തുന്ന കുറെ ഘടകങ്ങളുണ്ട്. അത്
ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്, ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. തത്ര കാമക്രോധ ലോഭ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്ന് അറിയുമേ. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇവയാണ് ആ 6 അഴുക്കുകൾ. അവ നമ്മുടെ ശത്രുക്കളാണ്. മനസ്സിൽ ഇവ കുടിയേറി കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനയില്ലേ, പടിയാറും കടന്ന് ഇവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ. 6 പടികളാണ്. ഓരോ പടിയും കയറുമ്പോൾ നമ്മൾ വിചാരിച്ചു ജയിച്ചു എന്ന്, പക്ഷെ അടുത്ത പടിയിലേക്ക് എത്തുമ്പോൾ അവിടെ മുക്കും കുത്തി വീഴും. ഈ 6 പടികളെയും ജയിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഗുരു ഉദ്ദേശിച്ച ആന്തരികമായ വിശുദ്ധി നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തേത് കാമമാണ്. സുഖഭോഗങ്ങളോടുള്ള അമിതമായ ആസക്തിയാണ് കാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കിട്ടിയാലും പോരാ, എത്രയൊക്കെ സുഖങ്ങൾ ഉണ്ടായാലും പോരാ. ചെറിയ വീട് പോരാ, വലിയ വീട് വേണം, ഒരുപാട് സുഖങ്ങൾ വേണം. മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ബുദ്ധൻ പറയുന്നില്ലേ, ആശയാണ് എല്ലാ ദുഃഖത്തിനും അടിസ്ഥാനം. അത് കിട്ടാതെ, ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോ അടുത്ത ദുശീലത്തിലേക്ക് പോകുന്നു, അടുത്ത അഴുക്കിലേക്ക്, മാലിന്യത്തിലേക്ക് പോകുന്നു. അത് ക്രോധമാണ്. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോഴുള്ള ദേഷ്യം, അടങ്ങാത്ത ദേഷ്യം, എനിക്കത് കിട്ടിയില്ലല്ലോ. ആ ക്രോധം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു വികാരമാണ്. ദേഷ്യം എന്ന് പറയുന്നത് അഗ്നിയാണെന്നാണ് പറയുക. നമ്മളെ സ്വയം കത്തിച്ചു കളയുന്നതോടൊപ്പം പരിസരങ്ങളെ കൂടി കത്തിക്കും. അതുകൊണ്ട് ക്രോധത്തിന് അടിപ്പെടാതിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റ് സകലതും അതിൻ്റെ പുറകെ ദോഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ക്രോധത്തിന് അടിപ്പെടരുത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുക. ക്രോധം കഴിഞ്ഞാൽ അടുത്തത് ലോഭമാണ്, പിശുക്കാണ്. ധനമൊക്കെ സമ്പാദിക്കും, അനാവശ്യമായിട്ട് ചെലവ് ചെയ്യും, പക്ഷെ ആവശ്യത്തിന് ചെലവ് ചെയ്യൂല. നമ്മൾ ഉണ്ടാക്കുന്ന അന്നമായാലും സമ്പത്തുക്കളായാലും എല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. കുറേ ദാനധർമാദികളൊക്കെ ചെയ്യണം, സഹായങ്ങൾ ചെയ്യണം. അതിന് പലപ്പോഴും പിശുക്ക് കാണിക്കും. ലോഭം മറ്റൊരു ദോഷമാണ്, മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരഴുക്കാണ്. മോഹമാണ് അടുത്തത്. കാമം, ക്രോധം, ലോഭം, മോഹം. മോഹം ചിലന്തി വല പോലെയാണെന്ന് പറയാറുണ്ട്. അഴിക്കും തോറും അതിനകത്ത് പെട്ടുപോകുന്നവർ അതിൽ കുരുങ്ങിക്കൊണ്ടേയിരിക്കും. മോഹ വലയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് നമ്മളൊക്കെയും. അതിൻ്റെ പിടിയില്ല. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ ഒക്കെ നമ്മുടെ സ്വന്തമാണ്, എല്ലാം നമ്മുടെ സ്വന്തമാണ് എന്ന് ചിന്തിക്കുന്നു. ഒക്കെയും മായയാണെന്നാണല്ലോ സങ്കല്പം. നമ്മൾ ജന്മബന്ധങ്ങളാൽ ഇവിടെ തുടരുന്നു ഇങ്ങനെ. അപ്പൊ ആ മോഹ വലയത്തിൽ അകപ്പെടാതിരിക്കുക. ഒരു ദുഃഖത്തിനും ഒരു സുഖത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇതൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലേക്ക് അഹങ്കാരം കടന്നു വരിക. ഏറ്റവും അപകടകാരിയായ ഒരു സംഭവമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് പറയില്ലേ, അഹങ്കരിക്കാതിരിക്കും. എന്താണ്? ഞാൻ എന്ന ബോധം, എല്ലാം തികഞ്ഞതായി എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു. അടുത്തത് മാത്സര്യമാണ്, മത്സരബുദ്ധി. എപ്പോഴും നമ്മൾ ചുറ്റുപാടുമുള്ളതിനോട് മത്സരിക്കാൻ ശ്രമിക്കും. മത്സരം നല്ലതാണ്, അതൊരു നല്ല അർത്ഥത്തിലാണെങ്കിൽ നല്ലത്. അല്ലാതെ അവർക്കൊക്കെ ഇതെല്ലാം ഉണ്ട്, എനിക്ക് അതിനേക്കാൾ വലുതാവണം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയത് എനിക്ക് വേണം, എനിക്ക് ഇത്രയൊക്കെ അല്ലേ പറ്റിയുള്ളൂ, എനിക്ക് ഇത് പോരാ എന്നുള്ള ഒരു മത്സര ബുദ്ധി, അത് നമ്മളെ അപകടത്തിലേക്ക് എത്തി. അപ്പോ ആ മനഃശുദ്ധി നേടിയെടുക്കണമെങ്കിൽ ഈ 6 അഴുക്കുകളെയും നമ്മൾ മനസ്സിൽ നിന്ന് തൂത്തെറിയണം. അതിനെന്താ വഴി എന്ന് ചോദിച്ചാൽ, ഉപാസനകളിലൂടെ, ക്ഷേത്രദർശനങ്ങളിലൂടെ, സത്സംഗങ്ങളിലൂടെ, മന്ത്രോച്ചാരണങ്ങളിലൂടെ ഒക്കെ, കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ഈ മനസ്സിലെ മാലിന്യങ്ങളെ വിട്ടകന്ന് നല്ല ചിന്തയിലേക്ക് വരാൻ കഴിയും. ഈ ഒരു സന്ദർഭത്തില് ധർമ്മപഞ്ചകത്തെ കൂടി ഇവിടെ കൂട്ടിച്ചേർക്കണം. മനഃശുദ്ധിക്ക് അതും കൂടി ആവശ്യമാണ്. അതായത് അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം, ഇങ്ങനെ 5 ധർമ്മങ്ങൾ, മനുഷ്യൻ ആചരിക്കേണ്ട 5 ധർമ്മങ്ങളെ കുറിച്ചും ഗുരു വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തേത്
അഹിംസയാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് മാത്രമല്ല അർത്ഥം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തരത്തിലും ഒരു പ്രാണിയെയും ഉപദ്രവിക്കാതിരിക്കുക. ജീവജാലങ്ങളോടൊക്കെ മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ മനുഷ്യനോളം ക്രൂരത ചെയ്യുന്ന ഒരു ജീവിയും വേറെയില്ല. അഹിംസ ഒരു അനുഷ്ഠാനമായി ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. ഒരു തരത്തിലും ആരെയും ദ്രോഹിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. സത്യമാണ് അടുത്തത്. അഹിംസ, സത്യം. സത്യം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ തന്നെയാണ്. സത്യം ബ്രഹ്മമാകുന്നു. ഗാന്ധിജിക്കും ദൈവം എന്ന് പറയുന്നത് സത്യമായിരുന്നു. സനാതനമായ ബ്രഹ്മമാണത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. സത്യമേ പറയാവൂ. അസ്തേയം. അഹിംസ, സത്യം, അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തേയം മോഷണം, അസ്തേയം മോഷ്ടിക്കാതിരിക്കുക. അന്യന്റെ വസ്തുക്കൾ ഒരിക്കലും അപഹരിക്കരുത്. അവരുടെ ആഗ്രഹങ്ങളാണ്, അവരുടെ അധ്വാനമാണ് അവരുടെ സമ്പത്തുക്കൾ എന്ന് പറയുന്നത്. അത് അപഹരിക്കുമ്പോൾ അതുമൂലം പല ദോഷങ്ങൾ വരും. നമുക്ക് അഭിമാനക്ഷയമുണ്ടാകും, നമ്മൾ സമൂഹത്തിൽ കളങ്കിതരാകും, നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളതും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് അവ്യഭിചാരമാണ്. നമുക്കറിയാം, ഇന്ന് ഒരുപാട് വാർത്തകൾ പത്രങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്. കുഞ്ഞുകുട്ടികൾ മുതൽ മുതിർന്ന വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാരെ പോലും വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേക താല്പര്യത്തോടെ ഒരു സ്ത്രീയെയും നോക്കുകയോ സംസാരിക്കുകയോ അവരോട് ചേരുകയോ ചെയ്യരുത് എന്ന് ഒരു വ്യക്തമായി പറയുന്നു. മദ്യവർജനമാണ് ധർമ്മപഞ്ചകത്തിൽ അടുത്തത്. മദ്യം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന കറുപ്പ്, കഞ്ചാവ് തുടങ്ങിയ വസ്തുക്കൾ, ഇതൊക്കെയും തന്നെ ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നതാണ്. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്നറിയില്ല. മദ്യപാനികൾ, ലഹരിക്കടിപ്പെട്ടവർ സമൂഹത്തിൽ ചെയ്തു വെക്കുന്ന ക്രൂരതകൾ നമ്മൾ ദിവസവും അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മദ്യം വിഷമാണ്. ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗുരു വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തത് പഞ്ചശുദ്ധികൾ. ശുദ്ധി പഞ്ചകത്തിൽ ഇന്ദ്രിയ ശുദ്ധിയാണ്. നാലാമത്തേതായിട്ടുള്ളത് ഇന്ദ്രിയ ശുദ്ധിയാണ്. ഈ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സമാഹരിക്കുന്ന അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, മൂക്കിലൂടെ നാം അനുഭവിക്കുന്ന ഗന്ധങ്ങൾ, വായിലൂടെ അനുഭവിക്കുന്ന രുചികൾ, കാതിലൂടെ കേൾക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ, ഇതെല്ലാം കൂടെ സമാഹരിക്കുന്നതാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ എപ്പോഴും നമ്മുടെ കയ്യിൽ, നമുക്ക് വശംവദരായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. കഠോപനിഷത്തില് ഒരു ശ്ലോകമുണ്ട്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാകുർമനീഷിണ. ആത്മാനം രഥിനം വിദ്ധി. ആത്മാവിനെ നമ്മൾ ഒരു രഥത്തിലിരിക്കുന്ന ഒരു ആളായിട്ട് കാണുക. ആത്മാനം രഥിനം വിദ്ധി. ശരീരം രഥമേവതു. ആ സഞ്ചാരിക്ക് ഇരിക്കാനുള്ള, യാത്ര ചെയ്യാനുള്ള ഒരു രഥമാണ് നമ്മുടെ ശരീരം. ആത്മാവാകുന്ന സഞ്ചാരി ശരീരമാകുന്ന രഥത്തിലിരുന്ന് യാത്ര ചെയ്യുന്നു. ബുദ്ധിയാണ് അതിൻ്റെ സാരഥി. അതിനെ നയിക്കുന്ന സാരഥി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. കടിഞ്ഞാൺ മനസ്സും. പഞ്ചേന്ദ്രിയങ്ങളാണ് കുതിരകൾ. രസമായ കൽപ്പനയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ പൂട്ടിയ, 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ ഒരു രഥം. ആ 5 ഇന്ദ്രിയങ്ങൾ അഥവാ 5 കുതിരകൾ 5 വഴിക്ക് പോയി കഴിഞ്ഞാൽ എന്താവും അതിലിരിക്കുന്ന ആ സഞ്ചാരിയുടെ അവസ്ഥ?
അതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ മനോഹരമായ കാഴ്ചകളുടെ പുറകെ പോയി. സുഖകരമായ ശബ്ദത്തിന്റെ വീതിയിലൂടെ കാതുകൾ പോയി, രുചികളിലൂടെ നാവ് പോയി കഴിഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ എപ്പോഴും ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലാക്കി വയ്ക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. ചുറ്റിലും ഒരുപാട് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടാവും. കാണേണ്ടതേ കാണാവൂ, വേണ്ടാത്തത് കാണരുത്. കേൾക്കേണ്ടതേ കേൾക്കാവൂ, അത് മതി. രുചിക്കേണ്ടതേ രുചിക്കാവൂ, വേറുള്ളത് രുചിക്കാൻ പോയാൽ പല കുഴപ്പങ്ങളാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നമുക്ക് വശംവദരാക്കി വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പഞ്ചശുദ്ധിയിൽ അവസാനമായിട്ടുള്ളത് ഗൃഹശുദ്ധിയാണ്. ഗൃഹശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഗുരു അടുക്കളയുടെ ശുചിത്വത്തെക്കുറിച്ചാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പറയുക ഒന്നുകിൽ ലിവിംഗ് റൂം അല്ലെങ്കിൽ ഡൈനിങ് റൂം എന്നൊക്കെ ആയിരിക്കും പറയുക. അല്ല, ഒരു കുടുംബത്തിന്റെ സംസ്കാരവും ആരോഗ്യവും നിയന്ത്രിക്കുന്ന അടുക്കളയാണ് ശരിക്കും ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ, പങ്കുവയ്ക്കലിന്റെ സംസ്കാരമൊക്കെ പഠിക്കുന്നത് ആ അടുക്കളയിൽ നിന്നാണ്. ഇന്ന് അടുക്കളകളില്ലല്ലോ, കിച്ചണല്ലേ ഉള്ളൂ. മോഡുലാർ കിച്ചണൊക്കെ ആയിപ്പോയില്ലേ. അപ്പൊ അതിൻ്റെതായ പാചകത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ അടുക്കളകളിൽ ഉണ്ടാക്കിയ സാധനങ്ങളല്ല ഇന്ന് മോഡുലാർ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ ആ അടുക്കളയുടെ ശുചിത്വം എങ്ങനെയായിരിക്കണം? പണ്ടത്തെ അടുക്കളയിൽ ഒരുപാട് ശുദ്ധിയാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ, ഇന്ന് അത്രത്തോളം ഇല്ല. അപ്പൊ ആ ഒരു അടുക്കള എന്ന് പറയുന്നത് ഒരു ദേവാലയം പോലെ വിശുദ്ധമായി സൂക്ഷിക്കാൻ ആ വീട്ടമ്മയ്ക്ക് കഴിയണം. വെച്ചതും കഴിച്ചതുമായ പാത്രങ്ങളൊക്കെ അതാത് ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ തൂത്തു തുടച്ച് ഇട്ടിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. മാത്രവുമല്ല, സൂര്യപ്രകാശം ഡയറക്റ്റ് കടന്നു വരാവുന്ന രീതിയിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ രാവിലെ പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിലേക്ക് പതിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അത്ര വൃത്തിയുള്ള ഒരു അടുക്കളയായിരിക്കണം. അതുകൊണ്ട് ബാക്കി വന്നതും പഴയതും ചീഞ്ഞുപോയതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ പുറത്ത് കളഞ്ഞ് അടുക്കള ഏറ്റവും വൃത്തിയാക്കി ഇടണം. ഓരോ പുലരികളിലും ഒരു പുതിയ അടുക്കളയിലേക്കാകട്ടെ, ഒരു പുതിയ അടുക്കളയാകട്ടെ നമ്മുടെ നമ്മൾ പ്രവേശിക്കുന്നത്. അവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, ആഹാരമൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് തോന്നുന്ന ആ ഒരു മനോഭാവം, അത് ഉദയം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അടുക്കള ഉണ്ടാകണം, വൃത്തിയുള്ള അടുക്കള. ഗൃഹശുദ്ധിയെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, വീടും ആ പരിസരവും വൃത്തിയായിരിക്കണം. വീട്ടിനുള്ളിലേക്ക് കാറ്റും വെളിച്ചവും നന്നായി കടന്നു വരണം, യഥേഷ്ടം കടന്നു വരാൻ കഴിയണം. അതിനനുസരിച്ചുള്ള വാതിലുകളും ജനലുകളും ഒക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ഭവനത്തിന്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ജനലും വാതിലും ഒക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷേ വലിയ കട്ടിയുള്ള കർട്ടനൊക്കെ ഇട്ട് ആ കാറ്റിന്റെ പ്രവാഹത്തെ, വെളിച്ചത്തെ തടസ്സപ്പെടുത്തി വെക്കും. ശരിക്കും മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈർപ്പവും പൊടിയും ഒക്കെ അടിഞ്ഞിട്ട് വല്ലാത്തൊരു ഗന്ധം, ഒരു മടുപ്പിക്കുന്നൊരു മണം ചിലപ്പോൾ വീട്ടിൽ നിറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് കാറ്റിനെയും വെളിച്ചത്തെയും ഒന്നും പ്രതിരോധിക്കാതെ നല്ല വായു സഞ്ചാരമുള്ള ഒരു ഭവനമായിരിക്കട്ടെ നമ്മുടെയൊക്കെ വീടുകൾ. ഒരു തരത്തിലുള്ള നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ വീടും ശ്വസിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ശ്വാസം മുട്ടലും നമ്മുടെ ഭവനങ്ങൾ അനുഭവിക്കാതിരിക്കണം. അതുപോലെ പല വീടുകളിലും ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, ഈ തുണികൾ കഴുകിയതും കഴുകാത്തതും ഒക്കെ ഇങ്ങനെ ഓരോ ഇടത്ത് കൂട്ടി വെക്കും. അവയൊക്കെയും കഴുകിയത് വേണ്ട രീതിയിൽ നന്നായി മടക്കി അടുക്കി വേണ്ടിടത്ത് വെക്കുക, കഴുകാനുള്ളത് സെപ്പറേറ്റ് ആക്കി ഇടുക. മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയും, അതാണ് ഒരു വീടെന്ന് പറയുന്നത്. അവിടേക്ക് വരാൻ നമുക്ക് തോന്നണം. അത്ര പരിശുദ്ധിയോടെ ഒരു ഭവനം സൂക്ഷിക്കുക എന്നുള്ളത് ആ വീട്ടമ്മയുടെ ഒരു ഉത്തരവാദിത്തമാണ്. മാത്രവുമല്ല, വീടിന്റെ പരിസരങ്ങളിൽ മലമൂത്ര വിസർജനങ്ങൾ അരുത് ഒരു തരത്തിലും. മാത്രവുമല്ല, അവിടെ നല്ല മണമുള്ള
പൂക്കൾ വിടരുന്ന ചെടികളും മരങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പരിസരം തന്നെ നല്ല ഒരു സുഗന്ധം നിറയും. സന്ധ്യാസമയങ്ങളിലും രാവിലത്തെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും ആ സമയങ്ങളിലൊക്കെ നല്ല സുഗന്ധ വസ്തുക്കളൊക്കെ പുകയ്ക്കുക. അത്തരത്തിൽ വീട് നമുക്ക് നല്ല ഒരു സുഖകരമായ ഒരു അനുഭൂതിയുള്ള ഒരിടമാക്കി മാറ്റാൻ കഴിയും. നമ്മൾ ഏറ്റവും അവഗണിക്കുന്ന ഒരു കാര്യമുണ്ട് വീടുകളിൽ, ടോയ്ലറ്റുകളാണ്. പൊട്ടിയ ഒരു ബക്കറ്റോ പെയിന്റിന്റെ ഒരു ടിന്ന് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ചെല്ലുമ്പോൾ, പൊതു ഇടങ്ങളിലാണെങ്കിലും ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഇടങ്ങളായിട്ടാണ് ടോയ്ലറ്റുകൾ കാണുക. ഒരു വീടിന്റെ ശുചിത്വം അറിയണമെങ്കിൽ അവിടുത്തെ അടുക്കളയും ടോയ്ലറ്റും സന്ദർശിച്ചാൽ മതി. അതുകൊണ്ട് എല്ലായിടവും വളരെ ശുചിത്വത്തോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഗുരു പറഞ്ഞതിന്റെ ശുദ്ധി പഞ്ചകത്തിന്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് ഇതാണ്: എല്ലാ തരത്തിലുമുള്ള മലിനതകളിൽ നിന്ന് അകന്നു നിൽക്കുക. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ആ ഒരു ശുചിത്വം നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ശാരീരികമായും ആത്മീയമായും വിശുദ്ധരായി തീരുക. ചേറിൽ നിന്നാണ് മുളച്ചു പൊന്തുന്നതെങ്കിലും ചെളിയുടെ ഒരു കണിക പോലും സ്പർശിക്കാതെയാണ് താമരപ്പൂവ് വിടർന്നു നിൽക്കുന്നത്. അതുപോലെ തുടരുക. തൃപ്പാദങ്ങൾ അരുളിയ ശുദ്ധി പഞ്ചകം ഏറ്റവും നവീനവും ശാസ്ത്രീയവുമായ ആരോഗ്യ പരിപാലന രീതിയും രോഗപ്രതിരോധ മാർഗവുമാണ്. അത് ബാഹ്യവും ആഭ്യന്തരവുമായ വിമലീകരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. കോവിഡും നിപ്പയും ഒക്കെ വന്നപ്പോ ഇതൊക്കെ നമ്മൾ പാലിച്ചു. അവിടെ അന്ന് സന്ധ്യാകാലങ്ങളിൽ സുഗന്ധ വസ്തുക്കളൊക്കെ പുകച്ചു. മറ്റുള്ളവരിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട്, യാതൊരു തരത്തിലുള്ള രോഗാണുക്കളും നമ്മളെ ബാധിക്കാതിരിക്കാൻ മാസ്ക് ഒക്കെ വെച്ച് നടന്നു. നമ്മൾ കൈകാലുകൾ സദാ സാനിറ്റൈസ് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഓക്സിജന്റെ കുറവ് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നതെന്നൊക്കെ കേട്ടിട്ട് മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിച്ചു. ഗുരു അരുളിയ കാര്യങ്ങളൊക്കെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തു. ഇപ്പൊ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഒക്കെയാണ് വന്നത്. ഭയമല്ല, ജാഗ്രതയാണ്. ശുചിത്വത്തെക്കുറിച്ചുള്ള ജാഗ്രതയാണ് വേണ്ടത് എന്ന് മനുഷ്യരാശി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇവിടെയാണ് ഗുരുവിന്റെ ആഹ്വാനത്തിന്റെ പ്രസക്തി. ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്: ശുചിത്വത്തെ ഒരു വെറുതെ ഇങ്ങനെ കേട്ടുപോകാനല്ല, ഒരാചാരമായി കണ്ട് അനുഷ്ഠിക്കണം. നിത്യവും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ഈ കുംഭകർണന്മാരെ പോലെയാണ്. പുരാണത്തിലെ കഥാപാത്രങ്ങൾ ഓരോന്നും ഓരോരോ പ്രതീകങ്ങളാണല്ലോ. കുംഭകർണൻ കുറച്ചു നാള് ഉറങ്ങും, അത് കഴിഞ്ഞിട്ട് ഉണരും, എന്തെങ്കിലും ആവശ്യത്തിന് ഉണരും, വീണ്ടും ഉറങ്ങിപ്പോവും. അതുപോലെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോ ഞാനിതൊക്കെ ചെയ്യും എന്ന് നമ്മൾ ഉണർന്നിരിക്കുന്നു, ജാഗ്രതയോടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ, ഇത്തരം ക്ലാസ്സുകൾ വളരെ നല്ലതാണ്. ആത്മമിത്രങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവചനങ്ങൾ പാലിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുദേവന്റെ കൃപാ കടാക്ഷങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വെളിച്ചമാകട്ടെ. ഇത്തരം ക്ലാസ്സുകൾ ഏർപ്പെടുത്തി ജീവിതത്തിന് അർത്ഥവും വിശുദ്ധിയും പകരുന്ന സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ആചാര്യൻ ശ്രീ പ്രബോധതീർത്ഥ സ്വാമികളോടും മറ്റ് ഭാരവാഹികളോടും ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും. എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ പ്രിയ സഹപാഠിയും ആത്മമിത്രവുമായ മിനി ടീച്ചറാണ്. മിനി ടീച്ചർക്ക് ഒരുപാട് നന്ദി.